നമസ്കാരം. ഇന്നത്തെ പ്രഭാതത്തിൽ വളരെ ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ, അതായത് വളരെ വലിയൊരു ഉരുൾപൊട്ടലാണ് സംഭവിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് ഇതിനോടകം തന്നെ ജീവൻ നഷ്ടമായിരിക്കുന്നു. 20ന് മുകളിൽ ആളുകൾക്ക് ഇപ്പോൾ തന്നെ ജീവൻ നഷ്ടമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉരുൾപൊട്ടൽ സമയത്ത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണാതെ പോയിക്കൂടാ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഏകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലെത്തി വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളുമൊക്കെ വിലയിരുത്തുന്ന സാഹചര്യമൊക്കെ ഇന്ന് നമ്മൾ കാണാനിടയായി. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നു. മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം എത്ര പക്വതയോടുകൂടിയാണ് നൽകുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ല. ഇപ്പോഴും അതിന്റെ മറ്റ് വിവിധ നടപടികളിലാണ്. കാരണം ആളുകൾക്ക് കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എയർഫോഴ്സ് അടക്കം കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രൈം മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും രണ്ടു കൂട്ടരും വിളിച്ചിരുന്നു. രണ്ടാളുകളും എല്ലാവിധ സഹായങ്ങളും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബന്ധപ്പെട്ട നമ്മുടെ ഇവിടുന്ന് എല്ലാ തരത്തിലും ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തുള്ള ആളുകളെ എപ്പോഴേക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി കഴിഞ്ഞാലാണ് അതിനകത്തൊരു വ്യക്തതയോടെ പറയാൻ പറ്റും. എന്നിട്ട് നോക്കാം നമുക്ക്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാർത്താസമ്മേളനം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 6ാം ദിവസമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ പോലും കൂട്ടാക്കിയത്. മാധ്യമങ്ങളെ ശാസിക്കുന്ന, മാധ്യമങ്ങളോട് ആക്രോശിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എത്ര പക്വതയോടു കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പെരുമാറുന്നത്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ മറുപടി നൽകുന്നത് എന്ന് നമുക്ക് ഈ വിഷ്വൽ കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു മാതൃകയാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ തന്നെ നമുക്കറിയാം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുകയാണ്, എല്ലാ CPM പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം എന്ന് പറയുന്നു. പല ജില്ലകളിലൊക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകൾ പോലും ഇപ്പോൾ CPM-ന്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ പോലും വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. DYFIയുടെ മുഴുവൻ പ്രവർത്തകരും, അതുപോലെ തന്നെ നിലവിൽ അവിടെ യൂത്ത് ബ്രിഗേഡ്സ്, നിരവധി ആളുകൾ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചയും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. SFI പ്രവർത്തകർ, അങ്ങനെ തുടങ്ങി എല്ലാ CPM പ്രവർത്തകരും, DYFI പ്രവർത്തകരും, SFI പ്രവർത്തകരും ഒക്കെ ഒഴുകി എത്തുകയാണ് മരണത്തിൽ നിന്ന് ജനങ്ങളെ പിടിച്ചു കയറ്റുന്നതിന് വേണ്ടി. ഇത് ആദ്യത്തെ കാഴ്ചയൊന്നുമല്ല. നമുക്കറിയാം, ഇവിടെ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓടിയെത്തുന്നത് അത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ഇത്തരം ആളുകളാണ് എന്ന കാര്യത്തിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു മഴയൊന്ന് കനത്താൽ നമ്മളൊക്കെ എന്താണ് പറയുന്നത്? അടുത്തുള്ള ഒരു DYFIക്കാരൻ്റെ നമ്പർ നമ്മൾ ഫോണിൽ ഒന്ന് സേവ് ചെയ്തിടുന്നത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഒരു അപകടം സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുക ഇവർ മാത്രമാണ്. നമുക്കറിയാം, അത് നമ്മൾ ഇപ്പോൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇവിടെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി മരുന്നുകൾ ക്രമീകരിക്കുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ ഹോസ്പിറ്റലുകളിലും വേണ്ടത്ര സന്നാഹങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും നിലയുറച്ച് തന്നെ ഇവിടെയുണ്ട്. എല്ലാ മന്ത്രികളും മന്ത്രി സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? വയനാട്ടിലേക്ക്, ചൂരൽമലയിലേക്ക്, മുണ്ടക്കയിലേക്ക്, അട്ടമലയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തടയുന്നതിന് വേണ്ടി മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആരും ജനങ്ങളെ പാനിക്കാക്കുന്ന വാർത്ത കൊടുക്കരുത് എന്ന് പറയുകയാണ്. അങ്ങനെ പറയാനിടയായ സാഹചര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അർജുന്റെ വിഷയത്തിൽ പോലും കണ്ടതാണ്. ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റേറ്റിംഗ് ബാർക്ക് റേറ്റ് യുദ്ധം മാധ്യമങ്ങൾ നടത്തിയത് കണ്ടതാണ്. അതുകൊണ്ട് ഇത് ഒരു ബാർക്ക് റേറ്റ് ഉയർത്താനുള്ള, റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു സംഗതിയായി, ഒരു ഉപാധിയായിട്ട് കാണരുത് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് സർക്കാർ പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രം മാധ്യമങ്ങൾ ഈ വിഷയവുമായി കൊടുക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ സർക്കാർ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയാണ്. മാത്രവുമല്ല, ഇതിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല കേട്ടോ, മറ്റുള്ള സംവിധാനങ്ങളും രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കോൺഗ്രസും രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അന്ന് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ആദ്യം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒക്കെ ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം, അതാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഈ അവസരത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത്. അത് പ്രകാരം അദ്ദേഹം ഇന്ന് മുഴുവൻ കോൺഗ്രസ്സുകാരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം എന്ന് പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ഈ വിഷയത്തെ എത്ര മനോഹരമായാണ് ഒരു സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, കൂടുതൽ ആളുകൾ രക്ഷിക്കാൻ വേണ്ടി
എല്ലാ രീതിയിലുള്ള സന്നാഹങ്ങളും ഒരുക്കി പിണറായി വിജയൻ സർക്കാർ, പിണറായി വിജയൻ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ എത്തുന്നു, NDRFന്റെ സംഘം എത്തുന്നു, അതുപോലെ തന്നെ ഡിഫൻസ്, സിവിൽ ഡിഫൻസ് എത്തുന്നു, അങ്ങനെ തുടങ്ങി ഫയർ ആൻഡ് റെസ്ക്യൂ, അങ്ങനെ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അതായത് ഈ സംഗതി, ഈ പ്രശ്നം, ഈ ദുരന്തം നടക്കുന്ന 1 മണിക്കാണ്, രാവിലെ 1 മണിക്ക്. ആ 1 മണിക്ക് ശേഷം ഒട്ടും സമയം കളയാതെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്ന ഒരു കാഴ്ച, അത് നമുക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്ന് പറയാതെ വയ്യ. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ VD സതീശൻ ആ സംഭവ സ്ഥലത്തേക്ക് പോകുന്നു എന്ന വാർത്ത കൂടി കേൾക്കുകയാണ്. VD സതീശനോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഇത് ഈ ഒരു ദുരന്തം ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ഇത് പറയാൻ ഇടയായ സാഹചര്യം വേറൊന്നുമല്ല, സമീപകാലത്തുണ്ടായ പല ദുരന്തങ്ങളിലും ഈ VD സതീശൻ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അവസാനം കർണാടക വിഷയം നടന്നപ്പോഴും നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൗത്യത്തിന് ഇറങ്ങേണ്ട സാഹചര്യമാണ്. ഇവിടെ ആരും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമം നടത്തരുത്, ആരും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി, ബാക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടി ആരും ഇതിനെ ഒരു ഉപാധിയായിട്ട് കാണരുത് എന്നൊക്കെയാണ് ഏറ്റവും പ്രധാനമായി തന്നെ എടുത്തു പറയാനുള്ളത്. നമുക്ക് മുമ്പിൽ ഒരുപാട് ദുരന്തങ്ങൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവരെയൊക്കെ ചേർത്ത് നിർത്തി രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒപ്പം സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുകയും സർക്കാരിൻ്റെ പല നിർദ്ദേശങ്ങളും എല്ലാവരും ഉൾക്കൊള്ളാനും അതനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാനും ഒക്കെ കൂട്ടാക്കണം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. DYFI ഒക്കെ ഇപ്പോൾ കാണിച്ചു തന്നതുപോലെ, അല്ലെങ്കിൽ SFI കാണിച്ചു തന്നതുപോലെയൊക്കെ ഒരു മാതൃക മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളുടെ ഈ യുവജന സംഘടനകളും ഒരു മാതൃകയാക്കി എടുത്ത് അവരും രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളതാണ് എന്ന ബോധ്യം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങൾക്കും വേണം. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി മാത്രം പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. അവരൊന്നും ഈ സമയത്ത് ദയവ് ചെയ്ത് ഇതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കരുത്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ വിളിച്ച് എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാ സംവിധാനങ്ങളും ഈ സർക്കാർ ഉൾക്കൊള്ളുന്ന സാഹചര്യമാണുള്ളത്. രക്ഷാദൗത്യത്തിന് വരുന്ന ആളുകളെയൊക്കെ കർണാടക സർക്കാർ ആട്ടി ഓടിച്ചു പോലൊരു സമീപനമൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. നമുക്ക് കൂടുതൽ ആളുകൾ രക്ഷപ്പെടുത്തുക, ഒരാൾ പോലും മണ്ണിനടിയിൽ അകപ്പെട്ടു പോകാതിരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. പ്രകൃതി ക്ഷോഭങ്ങൾ മൂലം സംഭവിക്കുന്ന ഇത്തരം സംഭവങ്ങളാണെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി മനുഷ്യൻ കാണിക്കുന്ന ഒരു കരുത്തുണ്ട്, മനുഷ്യൻ കാണിക്കുന്ന ഒരു അതിനെയൊക്കെ മല്ലിടാൻ വേണ്ടി കാണിക്കുന്ന ധൈര്യമുണ്ട്, ഒരു ചേർത്തുനിൽപ്പിന്റെ ഒരു രാഷ്ട്രീയം. അത് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.